അസ്സലാമലൈക്കും. എല്ലാവർക്കും മർവാസ് ലിറ്റിൽ ഹാർട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഓറഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഓറഞ്ച് ഹൽവ റെസിപ്പിയാണിത്. ഇതിൽ കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല ഓറഞ്ച് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്കിതിലേക്ക് 1.5 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണം കേട്ടോ. ഞാൻ 6 ഓറഞ്ച് എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുത്തപ്പോഴാണ് 1.5 കപ്പ് ജ്യൂസ് കിട്ടിയത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയത് 1/2 കപ്പ് കോൺഫ്ലോർ പൗഡറാണ്. ഈ 1/2 കപ്പ് കോൺഫ്ലോർ പൗഡറിലേക്കാണ് 1.5 കപ്പ് ജ്യൂസ് എടുക്കുന്നത്. നമുക്കൊരു അരിപ്പെടുത്തിട്ട് ഈ ജ്യൂസ് നന്നായിട്ട് അരിച്ചിട്ട് ഈ കോൺഫ്ലോർ പൗഡറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഹൽവ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണത് ആ പാത്രത്തിൽ കുറച്ച് ഗീയൊക്കെ പരട്ടിയിട്ട് ഏതെങ്കിലും കാഷ്യൂ ബദാമോ അല്ല പിസ്ത എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചത് 1/4 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഷുഗറൊക്കെ ഇതിൽ മൾട്ടാവുന്ന വരെ നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതാ നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കലക്കി വെച്ച ഓറഞ്ച് ജ്യൂസും കോൺഫ്ലോർ പൗഡറും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. കട്ട പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് എല്ലാ ജ്യൂസും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കോൺഫ്ലോർ ഉള്ള കാരണം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുറുകിയ പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ സ്പൂണിന് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചേർത്തിട്ട് ആ നെയ്യ് എല്ലായിടത്തും ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അത് നമ്മുടെ ഹൽവ റെഡി ആയി. കണ്ടില്ലേ, പാന് ക്ലീനായിട്ട് വരുന്നത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നീക്കുമ്പോൾ പാന് ക്ലീനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ റെഡിയായി. കുട്ടി പിടിച്ച് റെഡി ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ക്ലീനായിട്ട് വന്നാൽ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കട്ട പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് ഹൽവ സെറ്റ് ചെയ്യാൻ വെക്കാം. നേരത്തെ നെയ്യൊക്കെ പരട്ടി വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. എനിക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നല്ല കറക്റ്റായിട്ട് കിട്ടിയത്. എപ്പോഴാണോ ഇത് ചൂടാറുന്നത് അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലൊഴിച്ചതിന് ശേഷം നമുക്ക് ആ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കുക. ഹൽവ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. മാഷാ അല്ലാഹ്, നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസി അല്ലേ, കളറൊന്നും ചേർക്കാണ്ട് നല്ല ഓറഞ്ച് കളറായിട്ട് തന്നെ കിട്ടില്ലേ. പിന്നെ സ്വീറ്റ്സൊക്കെ നല്ല പാകത്തിനാണ്, മധുരമൊന്നും ഓവറില്ല, നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.